ഹലോ എവ്രി വൺ, ഹൗസ് ഇറ്റ് ഗോയിങ്? എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമ്മുടെ ഇന്നത്തെ ഈ സെഷനിൽ ഒരു കോൺവെർസേഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് ഒരു വെജിറ്റബിൾ ഷോപ്പിൽ വെച്ച് നടക്കുന്ന കോൺവെർസേഷൻ. പലപ്പോഴും നമ്മൾ റിയൽ ലൈഫിൽ സംസാരിക്കുന്ന പല കാര്യങ്ങളും അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത് നമുക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഉദാഹരണമായിട്ട് പറയുകയാണ്, ഈ തക്കാളി ചീഞ്ഞതാണല്ലോ, അല്ലെങ്കിൽ ഈ തക്കാളി ചതഞ്ഞു പോയതാണ്. ഈ ചതഞ്ഞു പോയത് അല്ലെങ്കിൽ ചീഞ്ഞതാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക? അപ്പോൾ അങ്ങനെ ഒരുപാട് സെൻറ്റൻസുകൾ നമുക്ക് പലപ്പോഴും കേൾക്കുമ്പോൾ നമുക്ക് ഈസിയാന്ന് തോന്നും, പക്ഷേ പറയുമ്പോൾ നമുക്കത് റിയലായിട്ട് കിട്ടില്ല. അപ്പോൾ ആ ഒരു വ്യത്യാസം ക്ലിയറായി മനസ്സിലാക്കുക, അതെങ്ങനെയാണ് പറയേണ്ടതെന്ന് മനസ്സിലാക്കി ആ രീതിയിൽ പറയാം. ഇപ്പോൾ നമ്മൾ പറയാണ്, ഈ വെണ്ടയ്ക്കൊക്കെ നല്ല മൂപ്പുണ്ട്, എന്നാൽ ഒരെണ്ണം ഒടിച്ചു നോക്കൂ എന്നൊക്കെ പറയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതെങ്ങനെ പറയുക? ഈ രീതിയിലേക്കുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് റിയൽ ലൈഫിലുള്ള കോൺവെർസേഷനിലുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ടാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. കുറച്ച് കാര്യങ്ങളായിട്ടാണ് നമ്മൾ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്തു പോകുന്നത്. അങ്ങനെയാകുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമുക്കത് പഠിക്കാൻ പറ്റും. ഏത് തിരക്കിനിടയിലും നമുക്കത് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരു ഡിസ്കഷൻസ് രീതിയിലാണ് നമ്മൾ ഈ ക്ലാസ്സുകൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഡിസ്കഷൻ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പറയാൻ വേണ്ടി ഗ്യാപ്പ് തരും. ആ ഗ്യാപ്പിനുള്ളിൽ നിങ്ങൾ ഉറക്കെ പറഞ്ഞു പഠിക്കുക. ഓക്കെ, എപ്പോഴും മനസ്സിലല്ല പറഞ്ഞു പഠിക്കേണ്ടത്, ഉറക്കെ പറഞ്ഞു പഠിക്കുക. അപ്പോൾ റിപ്പീറ്റ് ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു പഠിക്കുക. ഒരു 2-3 തവണ അല്ലെങ്കിൽ ഒരു 4-5 തവണ ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കും അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഡിസ്കഷൻ ക്ലാസ്സിലേക്ക് പോകാം. ശരി, അപ്പോ സാഹചര്യം ഇതാണ്. കടയിൽ ഒരാള് ഒരു തക്കാളി എടുത്തു നോക്കിയിട്ട് അതിനൊരു കുഴപ്പമുണ്ട് എന്ന് തോന്നുന്നു. അയാൾ പറയുകയാണ് മലയാളത്തിൽ, ഈ തക്കാളി ചീഞ്ഞതാണല്ലോ. ഇത് സാധാരണ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? ദിസ് ടൊമാറ്റോ ലുക്സ് റോട്ടൻ. ദിസ് ടൊമാറ്റോ ലുക്സ് റോട്ടൻ. നമുക്ക് ഇതിലെ വാക്കുകൾ ഒന്ന് നോക്കാം. ദിസ് എന്ന് വെച്ചാൽ ഇത്. ടൊമാറ്റോ അത് തക്കാളിയാണെന്ന് അറിയാലോ. അറിയാം. ലുക്സ്, ഈ വാക്കിന് ഇവിടെ കാണപ്പെടുന്നു അല്ലെങ്കിൽ ആണെന്ന് തോന്നുന്നു എന്നൊക്കെയുള്ള ഒരു അർത്ഥമാണ് വരുന്നത്. ഒരു കാഴ്ചയിൽ തോന്നുന്നത്. അതെ. റോട്ടൻ എന്നർത്ഥം ചീഞ്ഞ അല്ലെങ്കിൽ കേടായ. ഓക്കെ, റോട്ടൻ. അപ്പോൾ എല്ലാം കൂടെ ചേരുമ്പോൾ ദിസ് ടൊമാറ്റോ ലുക്സ് റോട്ടൻ, ഈ തക്കാളി കാണുമ്പോൾ ചീഞ്ഞതാണെന്ന് തോന്നുന്നു. സോ ഇത് നമുക്കൊന്ന് ഇപ്പം തന്നെ പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഈ തക്കാളി ചീഞ്ഞതാണല്ലോ. എങ്ങനെയാണ് പറയുക? ദിസ് ടൊമാറ്റോ ലുക്സ് റോട്ടൻ. ഉറക്കെ പറഞ്ഞു നോക്കിയേ. ദിസ് ടൊമാറ്റോ ലുക്സ് റോട്ടൻ. ഇനി നമുക്ക് ഒറ്റ സെൻറ്റൻസ് ആയിട്ട് പറഞ്ഞു നോക്കാം. ദിസ് ടൊമാറ്റോ ലുക്സ് റോട്ടൻ. ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യുക. ദിസ് ടൊമാറ്റോ ലുക്സ് റോട്ടൻ. അപ്പൊ കടക്കാരൻ ഇത് കേട്ടു. അയാൾക്കത് സമ്മതിക്കാൻ പറ്റില്ലല്ലോ. ഇല്ല. അയാൾ പറയാണ്, അല്ല, ഇതിപ്പോ വന്നതേ ഉള്ളൂ. ഫ്രഷ് സ്റ്റോക്ക് ആണെന്ന്. അത് ഇംഗ്ലീഷിൽ നോ ഇറ്റ് ജസ്റ്റ് അറൈവ്ഡ്. നോ ഇറ്റ് ജസ്റ്റ് അറൈവ്ഡ്. ഇതിലെ വാക്കുകൾ നോക്കാം. നോ അല്ല അല്ലെങ്കിൽ ഇല്ല. ഇറ്റ് അത് ഇത്. ശരി. ജസ്റ്റ് ഇതിവിടെ ഇപ്പോൾ അല്ലെങ്കിൽ അല്പം മുമ്പ് എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ. അറൈവ്ഡ് എത്തി അല്ലെങ്കിൽ വന്നു. എത്തിച്ചേർന്നു. അതെ. അപ്പോ നോ ഇറ്റ് ജസ്റ്റ് അറൈവ്ഡ് അല്ല, ഇതിപ്പോ വന്നതേയുള്ളൂ. വളരെ സിമ്പിൾ. നമുക്കൊരുമിച്ച് പറയാം. അല്ല, ഇതിപ്പോ വന്നതേ ഉള്ളൂ. എങ്ങനെ പറയും? നോ ഇറ്റ് ജസ്റ്റ് അറൈവ്ഡ്. ഇറ്റ് ജസ്റ്റ് അറൈവ്ഡ്. ഉറക്കെ പറഞ്ഞു നോക്കുക. ഇറ്റ് ജസ്റ്റ് അറൈവ്ഡ്. ഒരിക്കൽ കൂടി നിങ്ങൾ പറഞ്ഞു നോക്കൂ. നോ ഇറ്റ് ജസ്റ്റ് അറൈവ്ഡ്. എന്നാലും വാങ്ങാൻ വന്നാൽക്ക് ഒരു സംശയം. അയാൾ പറയുകയാണ്, ഇതൊന്ന് ഞെക്കി നോക്കൂ. ഓക്കേ, ആ തക്കാളി തന്നെ ഒന്ന് ഞെക്കി നോക്കാൻ പറയുകയാണ്. അതിന് ഇംഗ്ലീഷിൽ പ്ലീസ് പ്രസ് ദിസ് വൺ. പ്ലീസ് പ്രസ് ദിസ് വൺ. പ്ലീസ് അതൊരു മര്യാദയുടെ വാക്കാണ്. ദയവായി. പ്രസ് എന്ന് പറഞ്ഞാൽ അമർത്തുക, ഞെക്കുക. ഓക്കെ. ദിസ് ഇത് നമ്മൾ നേരത്തെ കണ്ട വാക്കാണ്. ഇത് അതെ. വൺ ഇവിടെ ഒരെണ്ണം എന്നർത്ഥത്തിൽ, ആ പ്രത്യേക തക്കാളിയെ ഉദ്ദേശിച്ച്. ശരി. അപ്പോ പ്ലീസ് പ്രസ് ദിസ് വൺ, ദയവായി ഈ ഒരെണ്ണം ഒന്ന് അമർത്തി നോക്കൂ. ഓക്കെ, നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഇതൊന്ന് ഞെക്കി നോക്കൂ. പ്ലീസ് പ്രസ് ദിസ് വൺ. ഒരിക്കൽ കൂടി പറയുക.
പ്ലീസ് പ്രസ് ദിസ് വൺ. നമുക്ക് ഒരുമിച്ച് പറയാം. പ്ലീസ് പ്രസ് ദിസ് വൺ. വൺസ് അഗെയിൻ. പ്ലീസ് പ്രസ് ദിസ് വൺ. അപ്പോൾ കടക്കാരൻ നോക്കിയിട്ട് പറയാണ്, സാർ അത് ചതഞ്ഞതാണ്. റോട്ടനല്ല, ചീഞ്ഞതല്ല, പക്ഷെ ഒരു ചതവുണ്ട്. ഒരു ചെറിയ പ്രശ്നം. അത് ഇംഗ്ലീഷിൽ സർ ദാറ്റ് ഇസ് ജസ്റ്റ് ബ്രൂസ്ഡ്. സർ ദാറ്റ് ഈസ് ജസ്റ്റ് ബ്രൂസ്ഡ്. ഇവിടെ സർ എന്ന് ബഹുമാനത്തോടെ വിളിക്കുന്നു. ദാറ്റ് അത് ഈസ് ആണ്. ഇത് രണ്ടും നമ്മൾ കണ്ടതാണ്. അതെ. ഇനി ജസ്റ്റ് എന്ന വാക്ക് നമ്മൾ നേരത്തെ ഇപ്പോൾ എന്നർത്ഥത്തിൽ കണ്ടു. ഇവിടെ പക്ഷെ അർത്ഥം അല്പം മാറി. ഇവിടെ വെറും അല്ലെങ്കിൽ ഒരു ചെറിയ എന്നൊക്കെയുള്ള അർത്ഥമാണ്. അതായത് അത് അത്ര വലിയ കാര്യമല്ല, വെറും ഒരു ബ്രൂസ്ഡ്. ബ്രൂസ്ഡ് അതിന്റെ അർത്ഥം ചതഞ്ഞത് അല്ലെങ്കിൽ ക്ഷതമേറ്റത്. ബ്രൂസ്ഡ്. ശരി. അപ്പോ സർ ദാറ്റ് ഈസ് ജസ്റ്റ് ബ്രൂസ്ഡ്. സർ അത് വെറുതെ ഒന്ന് ചതഞ്ഞതാണ്. ആ അർത്ഥവ്യത്യാസം പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, പ്രാക്ടീസിലേക്ക് പോകാം. സർ അത് ചതഞ്ഞതാണ്. സർ ദാറ്റ് ഈസ് ജസ്റ്റ് ബ്രൂസ്ഡ്. ബ്രൂസ്ഡ് പ്രത്യേകം ശ്രദ്ധിക്കുക. ബ്രൂസ്ഡ്. സർ ദാറ്റ് ഈസ് എന്നുള്ളത് നമുക്ക് ഒരുമിച്ച് പറയുമ്പോൾ ദാറ്റ്സ്. സർ ദാറ്റ്സ് ജസ്റ്റ് ബ്രൂസ്ഡ്. ദാറ്റ്സ് ജസ്റ്റ് ബ്രൂസ്ഡ്. റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു നോക്കുക. സർ ദാറ്റ് ജസ്റ്റ് ബ്രൂസ്ഡ്. Once again, sir, that just bruised. എന്നാലും കസ്റ്റമർക്ക് അത് വേണ്ട. അയാൾ പറയുന്നു, ഇത് ഉപയോഗിക്കാൻ കൊള്ളില്ല. അത് പറ്റില്ല. അതിന്റെ ഇംഗ്ലീഷ് ഇറ്റ് ഈസ് അൺയൂസബിൾ. ഇറ്റ് ഈസ് അൺയൂസബിൾ. ഇറ്റ് ഈസ് ഇത് ആണ്. ഇത് നമ്മൾ പഠിച്ചതാണല്ലോ. അൺയൂസബിൾ. ഈ വാക്കിന്റെ അർത്ഥം ഉപയോഗിക്കാൻ കൊള്ളാത്തത് അല്ലെങ്കിൽ ഉപയോഗശൂന്യമായത്. അൺയൂസബിൾ. ഓക്കെ. അപ്പോ ഇറ്റ് ഈസ് അൺയൂസബിൾ. വളരെ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു. ഓക്കെ, പ്രാക്ടീസിലേക്ക് പോകാം. ഇത് ഉപയോഗിക്കാൻ കൊള്ളില്ല. ഇറ്റ് ഈസ് അൺയൂസബിൾ. ഇറ്റ് ഈസ് എന്നുള്ള ഒരുമിച്ച് പറയാം. ഇറ്റ്സ് അൺയൂസബിൾ. വൺസ് അഗെയിൻ. ഇറ്റ്സ് അൺയൂസബിൾ. ഒരിക്കൽ കൂടി. ഇറ്റ്സ് അൺയൂസബിൾ. അപ്പോൾ കടക്കാരൻ അവസാനം ഒരു പരിഹാരം പറയുന്നു. അടുത്ത കുട്ടയിൽ നിന്ന് എടുത്തോളൂ. നല്ലതുണ്ടെന്ന്. അത് ഇംഗ്ലീഷിൽ ടേക്ക് ഫ്രം ദ നെക്സ്റ്റ് ബാസ്ക്കറ്റ്. ടേക്ക് ഫ്രം ദ നെക്സ്റ്റ് ബാസ്ക്കറ്റ്. ടേക്ക് എടുക്കുക. ശരി. ഫ്രം നിന്ന് അല്ലെങ്കിൽ നിന്നും. ദ എന്നത് ഒരു നിർദ്ദിഷ്ടമായ ഒന്നിനെ, അതായത് ആ അടുത്ത കുട്ടയെ സൂചിപ്പിക്കാനാണ്. ശരി. നെക്സ്റ്റ് അടുത്ത. ബാസ്ക്കറ്റ് കുട്ട. ഓക്കെ. അപ്പോൾ ടേക്ക് ഫ്രം ദ നെക്സ്റ്റ് ബാസ്ക്കറ്റ്. ഓക്കെ, നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അടുത്ത കുട്ടയിൽ നിന്ന് എടുത്തോളൂ. ടേക്ക് ഫ്രം ദ നെക്സ്റ്റ് ബാസ്ക്കറ്റ്. ടേക്ക് ഫ്രം ദ നെക്സ്റ്റ് ബാസ്ക്കറ്റ്. ഉറക്കെ പറയുക. ടേക്ക് ഫ്രം ദ നെക്സ്റ്റ് ബാസ്ക്കറ്റ്. വീണ്ടും പറയുക. ടേക്ക് ഫ്രം ദ നെക്സ്റ്റ് ബാസ്ക്കറ്റ്. റിപ്പീറ്റ് ചെയ്യുക. ടേക്ക് ഫ്രം ദ നെക്സ്റ്റ് ബാസ്ക്കറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, അപ്പോൾ കുറച്ച് നമ്മൾ പറഞ്ഞിട്ടില്ല, ഈ കുറഞ്ഞ കാര്യങ്ങൾ നല്ല ഭംഗിയായിട്ട് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു പഠിക്കുക. റിപ്പീറ്റേഷനാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. അങ്ങനെ ചെയ്യുമ്പോഴാണ് നല്ല ഭംഗിയിൽ നമുക്ക് സംസാരിക്കാൻ സാധിക്കുക. അപ്പോൾ ഇതിൻ്റെ തുടർച്ച നമുക്ക് അടുത്ത സെഷനിൽ ചെയ്യാം. എന്താണോ പഠിക്കുന്നത് ആ കുറച്ച് കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക. എല്ലാ ദിവസവും കുറച്ച് കാര്യങ്ങൾ ഭംഗിയായി ചെയ്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ റിസൾട്ടും അടിപൊളിയായിരിക്കും. സാവധാനം നമ്മുടെ അവിടെ റിസൾട്ട് കിട്ടും. അല്ലാതെ 4 ദിവസം 5 ദിവസം കൊണ്ട് എല്ലാം കൂടി പഠിക്കുക എന്നുള്ളതല്ല ചെയ്യേണ്ടത്. പഠിച്ച കാര്യങ്ങൾ ഒരിക്കലും മറക്കാതെ നമ്മുടെ റിയൽ ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ഈ തക്കാളി ചീഞ്ഞതാണല്ലോ എന്ന് പറയുന്നതിന് വരെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് പറയാം, ഈ പൈനാപ്പിൾ ചീഞ്ഞതാണല്ലോ എന്ന് വേണമെങ്കിൽ പറയാം. അല്ല ഇപ്പോൾ എത്തിയിട്ടേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം, ഈ ക്യൂക്കുംബർ, നമ്മുടെ ക്യൂക്കുംബറില്ലേ, ഇതൊന്ന് ഞെക്കി നോക്കൂ എന്ന് പറയാം, അത് ചതഞ്ഞതാണ് എന്നൊക്കെ പറയാം. ഇതൊക്കെ നിങ്ങൾ റിയൽ ലൈഫിൽ എങ്ങനെയാണോ പറയുന്നത് അതുപോലെ വ്യത്യസ്തമായ രീതിയിൽ ഉപയോഗിച്ച് നോക്കുക. നന്നായി പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ അടുത്ത സെഷനിൽ വീണ്ടും കണ്ടുമുട്ടാം. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ ഫോർ നൗ.